ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. T20 വേൾഡ് കപ്പിൽ വളരെ അതിനിർണായകമായ മത്സരത്തിനാണ് നാളെ സിംബാബ്വെക്കെതിരെ ഇന്ത്യ ഇറങ്ങുന്നത്. ഇന്ത്യക്ക് സെമിയിലെത്താൻ ഇന്ത്യയുടെ ജയം മാത്രം നോക്കിയാൽ പോരാ, മറ്റു ടീമുകളുടെ പരാജയങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നാളെ സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള മത്സരം വെസ്റ്റ് ഇൻഡീസ് പരാജയപ്പെടുന്നതായിരിക്കും ഇന്ത്യക്ക് ഗുണകരം. നാളത്തെ സെക്കൻഡ് മാച്ചിലാണ് ഇന്ത്യ സിംബാബ്വെ ഏറ്റുമുട്ടുന്നത്. ഇന്ത്യ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സിംബാബ്വെക്കെതിരെയുള്ള മത്സരത്തിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 3 മാറ്റങ്ങളാണ് കണക്കാക്കപ്പെടുന്നത്. അതിലൊരു മാറ്റം വാഷിംഗ്ടൺ സുന്ദറിനെ മാറ്റിക്കൊണ്ട് വൈസ് ക്യാപ്റ്റനായ അക്സർ പട്ടേലിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. മുൻകാല ക്രിക്കറ്റർ ശ്രീകാന്ത് അടക്കം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അക്സർ പട്ടേലിനെ മാറ്റി വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിച്ചതിനെ വളരെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചിരുന്നു. ഗൗതം ഗംഭീർ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഗംഭീറിൻ്റെ നില പരുങ്ങലിലാകും എന്നുവരെ തുറന്നു പറഞ്ഞിരുന്നു. അക്സർ പട്ടേലിനെ പോലത്തെ ഒരു എക്സ്പീരിയൻസ് പ്ലെയറെ മാറ്റി വാഷിംഗ്ടൺ സുന്ദറിനെ എന്തിനാണ് അവിടെ പരീക്ഷിച്ചത്? പ്രഹരമേറ്റതിന് ശേഷമല്ല നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എന്ന് ക്യാപ്റ്റനോടും ഗംഭീറിനോടും പറയുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ തീർച്ചയായും അവിടെ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. വാഷിംഗ്ടൺ സുന്ദറിന് പകരം അക്സർ പട്ടേൽ. മറ്റൊന്ന്, റിങ്കു സിംഗ് പിതാവിന് അസുഖമായി നാട്ടിലേക്ക് മടങ്ങിയെന്ന വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും ടീമിനൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. സിംബാബ്വെക്കെതിരെയുള്ള മത്സരത്തിനുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള വാർത്തകൾ. മറ്റൊരു മാറ്റം പ്രതീക്ഷിക്കുന്നത് സഞ്ജു സാംസൺ തിരിച്ചെത്തും. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് നമുക്കറിയാം. ഒട്ടനവധി മത്സരങ്ങളിൽ നമ്മളത് കണ്ടതാണ്. ആ ഒരു സ്ട്രെങ്ത് തിരിച്ചു കൊണ്ടുവരാൻ റൈറ്റ് ലെഫ്റ്റ് ജോഡിയെ ഓപ്പണിങ്ങിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യക്ക് മുന്നിലുള്ള മാർഗം. അതുകൊണ്ട് അഭിഷേക് ശർമ്മയ്ക്ക് കൂട്ടായി സഞ്ജു സാംസൺ ആയിരിക്കും ഓപ്പണിങ്ങിൽ എത്തുക. സഞ്ജു സാംസണെ 11-ൽ ഉൾപ്പെടുത്തുമ്പോൾ തിലക് വർമ്മയോ അതല്ലെങ്കിൽ റിങ്കു സിംഗോ ആയിരിക്കും മാറ്റി നിർത്തപ്പെടുക. മൂന്നാമതൊരു മാറ്റം പ്രതീക്ഷിക്കുന്നത് ചെന്നൈയിലാണ് മത്സരം. സ്പിന്നിനെ തുണക്കുന്ന പിച്ചാണ്. സ്പിന്നർമാർക്കാണ് അവിടെ മുൻഗണന. കൂടുതൽ സ്പിന്നിനെ ഉൾപ്പെടുത്താനായിരിക്കും ഓരോ ടീമുകളും ശ്രദ്ധ പുലർത്തുക. അതുകൊണ്ട് തന്നെ അർഷദീപ് സിംഗിനെ മാറ്റി കുൽദീപ് യാദവിനെ 11-ൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഈ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത, ചെന്നൈയിലാണ് മത്സരം നടക്കുന്നത് എന്നുകൊണ്ട് തന്നെ സഞ്ജു സാംസണ് കൂടുതൽ സപ്പോർട്ടേഴ്സ് അവിടെ ഉണ്ടാകും. IPLൽ CSKയുടെ കൂടി താരമായി മാറിയ സഞ്ജു സാംസനെ ഗാലറി എന്തായാലും കരഘോഷങ്ങളോടെ തന്നെയായിരിക്കും സ്വീകരിക്കുക എന്നതിലൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസന്റെ സാന്നിധ്യം സിംബാബ്വെക്കെതിരെയുള്ള മത്സരത്തിൽ എല്ലാ ക്രിക്കറ്റ് പ്രേമികളും പ്രതീക്ഷിക്കുന്നുണ്ട്. സിംബാബ്വെക്കെതിരെ പ്രതീക്ഷിക്കപ്പെടുന്ന 11 ഇപ്രകാരമാണ്: അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, ശിവം ദൂബെ, തിലക് വർമ്മ ഓർ റിങ്കു സിംഗ്, ബുംറ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ. റിങ്കു സിംഗിനെയാണ് മാറ്റി നിർത്തുന്നത് എങ്കിൽ ഫിനിഷർ റോളിലേക്ക് ശിവം ദൂബെയെ കൊണ്ടുവരും. തിലക് വർമ്മയാണ് മാറ്റി നിർത്തുന്നതെങ്കിൽ തിലക് വർമ്മയുടെ പൊസിഷനിൽ ഇഷാൻ കിഷൻ കളിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഏതായാലും നാളത്തെ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ വ്യക്തമായ മാർജിനിൽ ജയിച്ച് സെമി സാധ്യത നിലനിർത്താൻ ഇന്ത്യൻ ടീമിനാവട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.